എല്ലാം മനോഹരമാണ്. കറങ്ങി നമുക്ക് ഇങ്ങോട്ട് വരുവേ. പറഞ്ഞു ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇച്ചാൻ്റെ വ്ളോഗ്സ്. ഒരു നല്ല ദിവസത്തിന് ആവശ്യമായി വരുന്നത് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്നതാണ്. ഒരു നല്ല യാത്രയ്ക്ക് ആവശ്യമായി വരുന്നത് നല്ലൊരു കൂട്ടുകാരനും. ഈരാറ്റുപേട്ട ടു അടിമാലി ട്രിപ്പിൽ വളര വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടൊരു മറ്റൊരു സ്പോട്ടാണ് ഈ ഒരു ഡാം. പേരോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും തന്നെ നമുക്കറിയത്തില്ലെങ്കിൽ ഇല്ല, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അത് മെൻഷൻ ചെയ്യാത്തത്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾക്കും കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അല്പം പ്രൈവസി തേടി നടക്കുന്ന കവിതാക്കൾക്ക് ചിലപ്പോൾ ഈ സ്ഥലം കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ തോട്ടിലിറങ്ങി കുളിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് താഴെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം കാണും. ഏതായാലും നമുക്കൊട്ടും സമയമില്ലാത്തതുകൊണ്ട് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. കാരണം നമ്മൾ ചെന്നിട്ട് വേണം അവിടെ സൈറ്റിൻ്റെ അളവെടുത്ത് കൊടുക്കാൻ. ഈ വീട്ടുകാർക്കൊക്കെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലേ പയ്യെ കയറി ആ പാറയുടെ മണ്ടാ പോയി കിടന്നാ മതി. എന്തിനു ആത്മഹത്യ ചെയ്യണം? ആത്മഹത്യ ചെയ്യാനല്ല, ചുമ്മാ ബോർഡിങ്ങ പോയി കിടക്കാനായിട്ടേ. ഈ കുള്ളനെ കൊണ്ട് പറ്റുന്ന പണിക്ക് പോയാ പോരെ. കുള്ളപ്പയനെ ഓരോ കുള്ളന്മാരോരോ വണ്ടിയെ എടുക്കും. ഇടുക്കി മേഖലയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിരിക്കുന്നിടത്തോളം ഇതുപോലെ നല്ല മലകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ സുഹൃത്തിനും എത്ര തവണ വന്നാലും ഇവിടം ബോറടിക്കാറില്ല. ഏതായാലും ഒരുപാട് മണിക്കൂർ നേരത്തെ നടുവൊടിഞ്ഞ യാത്ര കഴിഞ്ഞിട്ട് ആദ്യത്തെ സൈറ്റിൽ ഞങ്ങൾ എത്തി. ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇത് അടിമാലിയിൽ 200 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളിവിടെ എത്തി. ഇനി സൈറ്റ് ഒന്ന് അളന്ന് കൊടുത്തിട്ട് ബാക്കി കാണാം. 1 hour later. അപ്പം നമ്മുടെ ഒരു സൈറ്റിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ്. അത് എവിടെയാണെന്ന് പറഞ്ഞാൽ കാവുംപടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടാണ്. ഇവിടുത്തെ വ്യൂസ് എല്ലാം നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ വർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും തോന്നുന്നു, എല്ലാ ലക്ഷണങ്ങളും കണ്ടിട്ട് ശേഷം കാഴ്ചയിൽ. ഇവിടുന്ന് ഇടത് പോയി കഴിഞ്ഞാൽ രാജാക്കാട് ടൗണ് നേരിട്ട് വരും. റൈറ്റ് പോയി കഴിഞ്ഞാൽ പൊന്മുടി ഡാം മറ്റേ ഓർഡിനറി ഷൂട്ട് ചെയ്ത് ആസിഫ് അലി ഒരു ഡാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഡാമിന്റെ മുകളിൽ കൂടി രാജാക്കാടിന് പോകാം. ഇതില് പൊന്മുടി ഡാം ഇത് ഡയറക്റ്റ് ഇതാണ്. ഇതിലെ റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ പൊന്മുടി ഡാം കണ്ടുകൊണ്ട് പോവാം. എന്നാ പൈസ പോവാ. ദൂരെ കൂടുതലാണോ? ദൂരക്കൂടുതല്ല, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇത് നല്ല റോഡ്, ഇച്ചിരി ഓഫ് റോഡാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാൽ ഡാമിന്റെ മുകളിൽ കൂടെ പോകണം. ഇത് ഓഫ് റോഡ് വണ്ടികളുണ്ട്, ജീപ്പ്. ഇവിടെ വഴിയൊക്കെ അത്യാവശ്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയല്ലായിരുന്നു, ഈ സേഫ്റ്റിക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിലെ ഈ ഒരു റൂട്ട് നല്ല രസമാണ് പോവാൻ. ഈ റൈറ്റ് സൈഡില് ഫുള്ള് കല്ല് മണ്ണല്ല, കല്ലുകൊണ്ട് നമുക്കൊരു പാറ വെട്ടി ഉണ്ടാക്കിയ റോഡ് പോലെ അങ്ങനെയാണ്. ഇതിലെ ഒരു മഴ സമയത്തൊക്കെ വന്നാൽ നമുക്ക് ഇതിന് കയറിപ്പൊക്കെ പറ്റില്ല. ഇന്ന് വെള്ളം ചാടില്ല, കുറവ് നിന്ന് ചാടിയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സൈഡിൽ കൂടെ പോകാൻ നല്ല കിട്ടിയില്ല. വണ്ടിക്കകത്ത് കാറിനകത്തൊക്കെ ഇരുന്ന് പോകുമ്പോ കപ്പയാണോ നിൽക്കുന്നത്? കപ്പ നിൽക്കുന്ന നല്ല ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കുന്നു. മറ്റേ ഒരു കയ്പുള്ള
സൂര്യകാന്തി പൂവില്ലേ, അത് പോയിട്ട് സൂര്യകാന്തിയുടെ ആ ഒരു മോഡൽ പൂ വയ്ക്കുന്നുണ്ട്. എന്നായാലും വന്ന വരവ് മുതലാ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒട്ടും ഒരു ഡാമിൻ്റെ മണ്ട വന്ന് നിൽക്കുന്ന ഫീലേ തോന്നിയിട്ടില്ല. ഏതാണ്ട് ഒരു വലിയ ഒരു പാർക്കിൽ വന്നൊരു അവസ്ഥയായിരുന്നു. പിന്നെ കാണാനുള്ള വ്യൂ പോയിന്റുകളും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിരുന്നു. പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ലൈനെ വിളിച്ചുകൊണ്ട് പോരുന്നേ. ഇനി കെട്ടിയവരാണെങ്കിൽ ചുമ്മാ ഭാര്യനെ മക്കളൊക്കെ ആയിട്ട് ചുമ്മാ ഇറങ്ങ്. കാരണം കാണാനുള്ള മുതലുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ എത്തിയതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സൈറ്റ്. അപ്പോൾ ഈ രണ്ട് സൈറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇനി രണ്ടാമത്തെ സൈറ്റിൻ്റെ ഇനി അളവും കാര്യങ്ങളും എടുക്കണം. ആദ്യത്തെ സൈറ്റിൻ്റെ എടുത്തു. ഇനി അളവെടുത്ത സ്ഥിതിക്ക് ഇനി അടുത്ത കാഴ്ചകളെല്ലാം കണ്ട് നേരെ വാഗമണ്ണ് റൂട്ട് കൂടി നേരെ ഈരാറ്റുപേട്ടയ്ക്ക് പോകാനാണ് അടുത്ത പ്ലാന്. ഇത്രയും മനോഹരമായ ഈ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും ഉണ്ട് 1-2 കാര്യങ്ങളോടെ വരാൻ.